മാപ്പ് പറയണം DC എന്ന മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ, സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ മറുപടിയുമായി എത്തുന്ന BJP നേതാവ് കെ സുരേന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങണം എന്നാണ് സുരേന്ദ്രന്റെ കമന്റ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അമിത, ഈ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന്റെ ഏറ്റവും അവസാന വരി എന്ന് പറയുന്നത് RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണമെന്നുള്ളതാണ്. ആ വരിക്ക് തന്നെ കൃത്യമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മറുപടി കമന്റായി തന്നെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ കമന്റായിട്ടിരിക്കുന്നു. RSS പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ മാപ്പ് പറയുകയാണെങ്കിൽ ആദ്യം അങ്ങ് തന്നെ മാപ്പ് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ കമന്റായി വന്നിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചതിനകത്ത് മറ്റ് സംശയങ്ങളൊന്നും വേണ്ട. മുൻപ് ഗോൾവൽക്കർ ജന്മശതാബ്ദി, അതായത് 2006 പറവൂരിൽ നടന്ന ഗോൾവൽക്കർ ജന്മശതാബ്ദി ചടങ്ങിൽ വി സതീശൻ അന്ന് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇതിനോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനുള്ളിലുണ്ട്. അപ്പോൾ ആ വിവാദം ഉദ്ദേശിച്ച് തന്നെയായിരിക്കണം കെ സുരേന്ദ്രന്റെ കമന്റ് എന്നുള്ളതാണ്. അതിൽ ഏറെ രാഷ്ട്രീയ വിവാദം മുൻപ് പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കളും ഉയർത്തിയിരുന്നു. അന്ന് എന്ത് ഡീലായിരുന്നു ഉണ്ടായിരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സതീശൻ മറുപടി പറയണമെന്ന് നടക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വി സതീശൻ കേട്ടിരുന്നു. അന്ന് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് 27 മാർച്ചിന്റെ പിന്തുണയോടുകൂടി നിയമസഭയിലെത്തിയ പിണറായി വിജയനാണ് പറയുന്നത് അടക്കമുള്ള മറ്റ് മറു ചോദ്യങ്ങളുമായിട്ടാണ് അന്ന് വി സതീശനെ നേരിട്ടത്. പക്ഷേ ഇപ്പോൾ RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാരോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതാണ്. അന്നത്തെ വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ BJP നേതാവ് തന്നെ അതിൽ കമന്റ് ഇട്ടിരിക്കുന്നു. എന്താണല്ലേ ഈ കേൾക്കുന്നതെന്ന് പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ VD സതീശൻ, ഈ പറയുന്ന ഇടതുപക്ഷത്തിലുള്ള വലതുപക്ഷത്തിലുള്ള വലിയ നേതാക്കന്മാരൊക്കെ തന്നെയും RSSുമായിട്ട് ടൈപ്പുള്ളവരാണോടി? അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ. ഇവർ പുറമെ ഈ പറയുന്ന രീതിയിൽ RSSനെ ഈ ഒരു തരത്തിൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണ്? VD സതീശൻ പറഞ്ഞ കാര്യം, ഇതിനെതിരെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം, ഇതിപ്പോ വടിയൊടുത്ത് അടിവാങ്ങുന്ന തരത്തിലായിപ്പോയില്ലേ സുരേന്ദ്രൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ശരിക്കും പറഞ്ഞാൽ? എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ തരത്തിലൊക്കെ തന്നെ പറയുന്നത്? എന്നിട്ട് ഈ പറയുന്ന VD സതീശൻ സർക്കാരിൻ്റെ തന്നെ പോലീസ് തന്നെയാണ് ഈ പറയുന്ന RSSന്റെ ഏറ്റവും വലിയ നേതാവ് കേരളത്തിൽ വന്നപ്പോഴത്തേക്കും അവർക്ക് സുരക്ഷ കൊടുത്തതെന്ന് പറയുന്നത്. ഈ RSS എന്ന് പറയുന്നത് വല്ല നിരോധിച്ച വല്ല ഇതുവല്ലോ ആണോ? അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാക്കന്മാർ ഒക്കെ തന്നെയും RSSകാരല്ലേ? എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദി പോലും ഒരു RSSകാരനല്ലേ? അപ്പോൾ പിന്നെ ഇതൊക്കെ ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ വന്ന മോഹൻ ബാബു, RSSന്റെ ഏറ്റവും വലിയ നേതാവിന് സുരക്ഷ കൊടുത്തിരിക്കുന്നത് കേരള പോലീസിന്റെ വണ്ടികളല്ലേ ഈ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് എന്നുള്ള തരത്തിലാണോ ശരിക്കും പറഞ്ഞാൽ? എന്തായാലും സുരേന്ദ്രൻ വയറ് നിറച്ച് കൊടുത്തിരിക്കുന്ന തരത്തിലോട്ടാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്കും തോന്നിയ കാര്യമെന്ന് പറയുന്നത്. എന്താ പറയാല്ലേ, ഓരോരോരോരോ കാര്യങ്ങളെ പറച്ചിലൊന്ന് എന്നാൽ പ്രവൃത്തി മറ്റൊന്ന്.